നമസ്കാരം. പറയാനുള്ളത് നിലമ്പൂരിൻ്റെ MLA PV അൻവർ കുറച്ച് ദിവസങ്ങളായിട്ട് നടത്തിയിട്ടുള്ള ആരോപണങ്ങൾ. അതായത് ആരോപണം നടത്തിയിട്ടുള്ളത് അദ്ദേഹം നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള സർക്കാരിൻ്റെ കീഴിൽ വരുന്ന ആഭ്യന്തര വകുപ്പിനെതിരെയും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുമാണ്. അതായത് ADGP അജിത് കുമാർ, അതുപോലെ തന്നെ മലപ്പുറം SP, മുൻ SP, നിലവിലെ SP, മൊത്തത്തിൽ പോലീസിനെതിരെ ഒരു വലിയ രീതിയിലുള്ള ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇത് കേൾക്കുന്ന സമയത്ത് സത്യമാണെന്ന് വിശ്വസിക്കാനാണ് എന്നെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അത്രയും ബോൾഡായിട്ടും അത്രയും സ്റ്റേബിളായിട്ടാണ് കോൺഫിഡൻസോട് കൂടിയാണ് അൻവർ ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നത്. അദ്ദേഹം പറയുന്നതിന് കൃത്യമായിട്ടുള്ള ക്ലാരിറ്റി അയാൾക്ക് ഉണ്ട്. ഡേറ്റും കാര്യങ്ങളും കറക്റ്റ് അടക്കമാണ് പറയുന്നത്. തെളിവുണ്ടെന്ന് ഓക്കെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ നിന്നൊരു ഒരു തീരുമാനമോ അതിൽ ബന്ധപ്പെട്ടൊന്നും വന്നിട്ടില്ല. പാർട്ടിയിൽ നിന്നും വന്നിട്ടില്ല. പാർട്ടിക്ക് ഒരു പക്ഷേ കമ്മിറ്റി കൂടി ഒക്കെ തീരുമാനിക്കേണ്ടി വരും. ഒറ്റടിക്ക് ഒരാൾക്ക് പറയാൻ പറ്റുന്നതല്ലല്ലോ ഒരു പാർട്ടിയുടെ തീരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ അൻവർ കൃത്യമായിട്ട് ഇത് മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്നുണ്ട്. മാധ്യമങ്ങൾ വേണ്ട രീതിയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിൽ ആരോപണം പല രീതിയിൽ ആരോപണങ്ങളുണ്ട്. താനൂർ കസ്റ്റഡി കൊലപാതകം, അതുപോലെ തൃശ്ശൂർ പൂരം, കസ്റ്റംസിൻ്റെ അതായത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, മറ്റൊരുപാട് രീതിയിലുള്ള, അതായത് പോലീസ് സേന മൊത്തത്തിലൊരു മാഫിയ പോലെയാണ് പ്രവർത്തിക്കുന്നത്. അതിന് നേതൃത്വം നൽകുന്ന ഈ പറയുന്ന വലിയ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകളാണ് എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് കേട്ടിട്ട് തോന്നിയത്? അതെ, ഇതിൽ ഇവിടെ പ്രധാനമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഒന്ന് PV അൻവർ എന്ന് പറയുന്നത് ആള് സ്വതന്ത്രനാണ്, പാർട്ടി അംഗത്തുള്ള ആളല്ല. പക്ഷേ ഭരണപക്ഷത്തിരിക്കുന്ന ഒരു MLA എന്ന രീതിയിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. അതായത് സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ADGPക്കെതിരെ, അതായത് നമ്മുടെ അജിത് കുമാറിനെതിരെയാണ് സംസാരിച്ചിട്ടുള്ള പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്ന് പറയുന്നത്. ഗുരുതരം എന്ന് പറയുന്ന കാരണം നമ്മൾ ചിന്തിക്കേണ്ടത് ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള ആളാണ്. അങ്ങനെ ഇരിക്കെ പറഞ്ഞിരിക്കുന്നത്, ഒന്ന്, ഇദ്ദേഹം കൊലക്ക് കൂട്ടുവെക്കുന്ന ആളാണെന്നാണ്. അതായത് കൊലക്ക് കൂട്ടുവെക്കുന്ന ആൾ കൊല ചെയ്യിക്കുന്ന ആളാണെന്ന്, കൂട്ടുവെക്കല്ല, കൊല ചെയ്യിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ കൊലപാതകയാണെന്നുള്ളതാണ് ഒന്ന്. രണ്ട്, ഇയാള് സ്വർണം തട്ടിപ്പടന്ന ആളാണെന്നാണ്, സ്വർണം പിടിച്ച് പറി വരെ ചെയ്തിട്ടുള്ള ആളാണെന്നുള്ളതാണ്. മൂന്ന്, ഇദ്ദേഹത്തിന്റെ ഈ റോൾ മോഡൽ എന്ന് പറയുന്നത് ദാവൂദ് ഇബ്രാഹിം ആണെന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഏതെങ്കിലും ഒരാൾക്കെതിരെ ആയിരിക്കാം, പക്ഷെ ദാവൂദ് ഇബ്രാഹിമായിട്ട് ആരെയാണ് കണക്ട് ചെയ്യുന്നത്, ആരാ പറയണ നോക്കണം. പഞ്ചല്ല ഇവിടുത്തെ പ്രശ്നം. അതായത് ഭരണപക്ഷത്തിരിക്കുന്ന ഒരാളാണ്, മറ്റുള്ള പാർട്ടിക്കെതിരെ പറയുന്ന പോലെയല്ല. ഭരണപക്ഷത്തിരുന്നു കൊണ്ട് MLA ആയിട്ടുള്ള ഒരാള്, അതും ഈ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വമുള്ള ADGPക്കെതിരെയാണ് പറയണത്. അവിടെ ദാവൂദ് ഇബ്രാഹിമിന് ആയിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എത്രമാത്രം ഗുരുതരമായിട്ടുള്ളൊരു സംഭവമാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന്, ഈ ഒരു വലിയ സംഭവം. ഇനി വേറൊരു കാര്യം ഇവിടെ പറയണ്ട. അതായത് ഇവിടെ നമ്മുടെ മലപ്പുറം SP ആയിട്ടുള്ള ശശിധരൻ അല്ലേ, അത് ഫുൾ നെയിം അതാണെന്ന് വിചാരിക്കുന്നു. എന്തായാലും SP ഇദ്ദേഹത്തിന്റെ കുറെ കാലങ്ങളായിട്ടുള്ള ഈ നമ്മുടെ ഈ അൻവറുമായിട്ട് എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ്, ശത്രുപക്ഷത്ത് തന്നെ കാണുന്ന ആളെന്ന് പറയേണ്ടി വരും. കാരണം ഒരു പ്രോഗ്രാമിൽ ലൈവായിട്ട് ഇവിടെ ഇരുത്തിക്കൊണ്ട് എതിരെ ഭയങ്കരമായിട്ടുള്ള ആരോപണം പറയുകയും എതിർത്ത് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ് ഈ PV അൻവർ. അപ്പൊ ഈ ശശിധരൻ എന്ന് പറയുന്ന ആള് ഈ അജിത് കുമാറിന്റെ നേരെ ഈ വത്സല ശിഷ്യൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ള ഒരാളാണ്. അതായത് ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന അത്രയും വിശ്വസ്തനായിട്ടുള്ള ആളാണ്. അപ്പൊ ഈ ശശിധരനോടുള്ള ദേഷ്യം സ്വാഭാവികമായിട്ടും പിന്നീട് ചെന്ന് നിൽക്കുന്നത് ഈ ADGPയിലേക്കാണെന്ന് പറഞ്ഞ അജിത് കുമാറിനെതിരെയാണെന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ചിന്തിക്കാം. ഇവിടെ ഇതിനേക്കാളും വലിയ ഭയങ്കര ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്താ അറിയാം എനിക്ക്? ഇതിനേക്കാളും വലിയ സംഭവമായിട്ടുള്ള എന്താണെന്നറിയോ? അതായത് ഈ ശശിധരനും അവിടെ നിൽക്കട്ടെ, അജിത് കുമാറും അവിടെ നിൽക്കട്ടെ, അവിടെ വരെ പുള്ളിക്കാരൻ പോയി സംസാരിച്ചതൊക്കെ അവിടെ നിൽക്കട്ടെ, രണ്ടാമത് വരുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയുള്ള പ്രശ്നം. ആലോചിക്കണം, മുഖ്യമന്ത്രിക്കെതിരെ എന്ന് പറയുമ്പോൾ ഒന്ന് ഭരണ പാർട്ടിയാണ്, രണ്ട് മുഖ്യമന്ത്രിയാണ്, മൂന്ന് ഇതിനേക്കാളും പ്രധാനപ്പെട്ടത് മറ്റുള്ള പോസ്റ്റുകൾ പോലെ ഇത് ഒരു ഗവൺമെന്റ് പോസ്റ്റ് അല്ല. പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് പറയുന്നത് പാർട്ടിക്ക് വിശ്വസ്തനായിരിക്കണം. പാർട്ടിയുടെ കാര്യങ്ങൾ മുഴുവൻ എന്ത് ക്രൈസിസ് വന്നാലും അത് ഏറ്റെടുത്ത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യുന്ന ആളായിരിക്കണം. പ്ലസ് അത്രയും വിശ്വസ്തനായിരിക്കണം, മുഖ്യമന്ത്രിയുടെ വലങ്കൈ ആയിരിക്കണം. ഇങ്ങനെ ചെയ്യുന്ന ഒരാളാണ് പറഞ്ഞത് വീഴ്ച വരുത്തുന്ന ആളാണ്, പല കാര്യത്തിലും വീഴ്ച വരുത്തിയിട്ടുണ്ട്. അൻവർ സംസാരിക്കുന്നത് സാധാരണക്കാർക്കും സാധാരണക്കാരായുള്ള പാർട്ടി പ്രവർത്തകർക്കും വേണ്ടിയിട്ടാണ്. അതായത് ഒരു പാർട്ടി കേഡർ അല്ലാത്ത PV അൻവർ സാധാ പാർട്ടി മെമ്പർമാർക്ക് വേണ്ടി സംസാരിക്കുകയാണ്. ആ ഒരു ഉത്തരവാദിത്വം കാണിക്കുന്നുണ്ട്. അത് അദ്ദേഹത്തിന് തന്റെ ഇടം തന്നെയാണ്. എന്നാൽ അതിനെതിരെ വേറെ നെഗറ്റീവ് ആയിട്ടുള്ള ആളുകളും വരുന്നുണ്ട്. അതായത് പുള്ളിക്കാരനെതിരെ പല സ്വർണ്ണക്കടത്തിനുള്ള പ്രശ്നങ്ങളും വരികയും
പുറത്തു പോയിട്ടുണ്ടല്ലോ, ഏത് രാജ്യമായിരുന്നു പേര് കിട്ടില്ല, ആഫ്രിക്ക. എനിവേ അതിൽ പല പ്രശ്നങ്ങൾ വരികയും, എന്നാൽ ഈ ശശിധരൻ എന്ന് പറയുന്നിട്ടുള്ള നമ്മുടെ മലപ്പുറം SP ആള് നമ്മുടെ ഈ PV അൻവറിന്റെ ഇംഗിതത്തിന് വഴങ്ങാതിരിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് വരുമ്പോൾ അയാൾക്കെതിരെ പുള്ളിക്കാരൻ വന്നു. സോ എന്തായാലും ഇദ്ദേഹത്തിന്റെ തൊട്ട് മുകളിലേക്ക് പിന്നെ വരുന്ന അജിത് കുമാറാണ്, അതിനെതിരെ പുള്ളിക്കാരൻ ഇറങ്ങി എന്നുള്ളൊരു സംഭവം ഉണ്ട്. ആരോപണം അങ്ങനെ ഉണ്ട്, അതായത് ഇയാളെ കാര്യങ്ങൾ നടക്കാതിരുന്നപ്പോൾ ചെയ്തു. പക്ഷേ ഇവിടെ എന്ത് ആരോപണം ഉണ്ടെങ്കിലും എന്തിന്റെ പേരിലാണെങ്കിലും ഇനിയിപ്പോൾ റിവെഞ്ച് എടുക്കുകയാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ സത്യമുണ്ടെങ്കിൽ, പക്ഷെ ഇവിടെ അത് അൻവർ തന്നെ പറയുന്നുണ്ട്. കാരണം അൻവറിന്റെ പാർക്കിൽ 10 ലക്ഷത്തിന്റെ എന്തോ കേബിൾ പോയ കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് അൻവർ പരാതി കൊടുത്തു. അതായത് 2000 കിലോ വെയിറ്റ് ഉള്ള സാധനമാണ്. അപ്പൊ അത് ഒരാൾ വിചാരിച്ച് എന്തായാലും കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു ബൾക്കായിട്ടുള്ള ഒരു സിസ്റ്റം വേണം അത് അവിടെ നീക്കണം എന്നുണ്ടെങ്കിൽ. അപ്പൊ അത് കൊണ്ടുപോയിട്ട് മാസങ്ങളായിട്ടും അതിന് അന്വേഷണമോ അതിന് കുറ്റവാളികളെ കണ്ടെത്താനോ മുതൽ തിരിച്ചെടുക്കാനോ പോലീസിന് പറ്റിയില്ല. അതായത് ഒരു MLA പരാതി പോലും പോലീസിന് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ സാധാരണക്കാരന്റെ പരാതി എന്താവുന്ന അവസ്ഥ അവിടെ നിൽക്കട്ടെ. അപ്പം അൻവർ അതാണ് ഒരു തുടക്കത്തിൽ വരുന്നത്. അപ്പൊ പല ആളുകളും പറഞ്ഞ അൻവറിന് സ്വന്തം മുതൽ നഷ്ടപ്പെട്ടതിന്റെ പേരിലാണ് ഈ ഒരു ഫൈറ്റ് നടത്തുന്നത്. അപ്പൊ അൻവർ പറയുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ 10 അല്ല 10,000 കേബിൾ വാങ്ങാനുള്ള മുതൽ എനിക്കുണ്ട് എന്ന് അൻവർ പറയുന്നുണ്ട്. അപ്പൊ മുതൽ പോയതല്ല അതിന്റെ ഒരു ബേസിക്, അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഒരു പക്ഷെ അതായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ആരോപണം ഉന്നയിക്കുന്ന ആളോട് പറയണത് അത് അൻവറിന് പണം ഒരു വിഷയമില്ലാത്ത ഒരാളാണ്. കടങ്ങളുണ്ട്, അത്യാവശ്യം അയാളുടെ കുടുംബ സ്വത്ത് എന്ന് വെച്ചാൽ പുള്ളി ഇവിടെ ഇലക്ഷൻ നേരിടുന്ന സമയത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ട് തന്നെ പ്രസംഗിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ഞാൻ പാർട്ടിനെ കണ്ടല്ല, ഞാൻ എന്നെ കണ്ടിട്ടാണ്, അല്ലെ എന്നെ കണ്ടിട്ടാണ് ഞാൻ ഇതിന് ഇറങ്ങിയിട്ടുള്ളത്, ഞാൻ നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുള്ള ആളാണ്, എനിക്ക് കൈയിട്ട് വരേണ്ട ആവശ്യമില്ല രീതിയിൽ കൈയിട്ട് വരികയില്ല എന്തോ ആവട്ടെ. ഞാൻ പറഞ്ഞത് പണം എന്നുള്ളത് വലിയൊരു വിഷയമുള്ള ആളല്ല ഈ അൻവർ എന്ന് പറയുന്ന വ്യക്തിപരമായി. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഭയങ്കര സൺലൈറ്റ് ഉണ്ട്, സോറി. അപ്പോൾ പുള്ളിക്കാരൻ ഈ സംഭവങ്ങൾ സംസാരിക്കുമ്പോൾ ഇനിയിപ്പോൾ എന്തിൻ്റെ പേരാണ് ഈ പറഞ്ഞ പോലെ ഈ ശശിധരനോടോ അജിത് കുമാറിനോടോ അല്ലെങ്കിൽ വേറെ ആരോടും ഉള്ള എന്താ പറയുക ഈ ദേഷ്യമോ അല്ലെങ്കിൽ റിവെഞ്ചോ ആയിക്കൊള്ളട്ടെ, പക്ഷേ പറയുന്ന കാര്യങ്ങൾ സത്യം ഉണ്ടെങ്കിൽ, സത്യം ഉണ്ടെന്ന് പുള്ളിക്കാരെ പറയുന്നുണ്ട്. കാരണം പുള്ളി പറയുന്നുണ്ട്, ഞാനിത് ചോർത്തേണ്ടി വന്നു, ഫോൺ കോൾ ചോർത്തിയിട്ടുണ്ട്, ഞാനിത് ചോർത്തേണ്ടി വന്നിട്ടുള്ള അങ്ങനത്തെ ഒരു ദയനീയമായ അവസ്ഥ വന്നു പോയത് നിങ്ങളൊന്ന് ആലോചിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്ത് വിട്ടാൽ ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയാണെങ്കിൽ സത്യം പറഞ്ഞാൽ മന്ത്രിസഭയെ വരെ മറിച്ചിടും പുള്ളിക്കാരൻ. അതിനുള്ള സാധനങ്ങളുണ്ടെങ്കിൽ പറയുന്ന പോലീസ് ഈ 14 ജില്ലാ SP-മാരും അതുപോലെ ADGP പറഞ്ഞ എല്ലാത്തിനെയും സകല ആളുകളെയും മാറ്റേണ്ടി വരും. അപ്പം അതിനൊക്കെ നിയമപരമായുള്ള കുരുക്കുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇവിടുത്തെ എന്നെ മാനസികമായിട്ട് വിഷമം നൽകുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ഒരു പിന്തുണ അൻവറിന് കിട്ടുന്നില്ല. അത് പാർട്ടി സെക്രട്ടറി ഒരു പക്ഷേ അത് അടുത്ത ദിവസങ്ങളിൽ എന്താ അതിന്റെ ഒരു പ്രസ്ഥാനം വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. അതുപോലെ സർക്കാരിന്റെ ഭാഗത്തുനിന്നും പിന്തുണ വന്നിട്ടില്ല. അത് പിന്തുണ വന്നിട്ടില്ല. അതാ ഞാൻ പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് ഇതിനെ അന്വേഷിക്കാനുള്ള ഒരു തയ്യാറോ ഒരു മനസ്സ് കാണില്ല അവര്. പക്ഷെ അവിടെ വേറെ പ്രശ്നം കൂടെ ഉണ്ട്. ഇപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഇപ്പോൾ ADGPക്കെതിരെ മറ്റവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞല്ലോ അവിടെ വരെ പുള്ളിക്കാരന് പോകാം. അതിനപ്പുറത്തേക്ക് പോയി ഒരു സർക്കാർ പോസ്റ്റിംഗ് അല്ലാത്ത പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അത്രയും വിശ്വസനായിട്ടുള്ള ആളെ പറയുമ്പോൾ പാർട്ടിക്കെതിരെ പറയുന്ന പോലെയാണ്, മുഖ്യമന്ത്രിക്കെതിരെ പറയുന്ന പോലെയാണ്. പറഞ്ഞ് ബോധ്യപ്പെടുത്താലോ അല്ലെ? അതെ, ഓക്കെ. അപ്പൊ അത്തരത്തിലൊരു സാധനം പറയുമ്പോ അവിടെ എന്തായി? അത് വലിയ ഇഷ്യൂ ആയി, വളരെ ഗുരുതരമായിട്ടുള്ള ഇഷ്യൂ ആയി. ഇതിപ്പോ അപ്പൊ എന്തായിരിക്കണം? മൊത്തത്തിൽ പാർട്ടിയും സർക്കാരിനൊക്കെ അപ്പൊ പാർട്ടിക്ക് എന്ത് ചെയ്യണം? ഒറ്റയടിക്ക് ഒരു തീരുമാനം പറയാൻ പറ്റില്ല, ഒറ്റയടിക്ക് എതിർത്തും പറയാൻ പറ്റില്ല. കാരണം ഇയാള് വ്യക്തമായിട്ടുള്ള തെളിവുകളുണ്ടെന്ന് പറയണത്. അപ്പൊ അന്വേഷിക്കാതെ ഒരു മറുപടി പറയൽ ഇതിന് ഉചിതമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം പാർട്ടിയിൽ ഉചിത തീരുമാനം എടുക്കണം. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം PV അൻവറാണ് പാർട്ടി. കാരണം അത്രയും വലിയ മാറ്റമാണ്, ഫോഴ്സ്ഫുൾ ആയി, അത്രയും എന്താ പറയാ ജനപ്രിയനാണ്, അത്രയും എന്താ പറയാ. കാരണം 35 വർഷം തുടർഭരണം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നിരുന്ന മാറി ഭരിച്ചുകൊണ്ടിരുന്ന ആര്യാടനെതിരെ വന്ന് മത്സരിച്ച് ജയിച്ച് രണ്ടാം തവണയും ജയിച്ച്. നിലമ്പൂർ പോലെ മണ്ഡലത്തിൽ കോൺഗ്രസിന് തോൽപ്പിക്കാന്ന് പറഞ്ഞ ചില്ലറ കാര്യമല്ല. അത് പുള്ളിയുടെ പാർട്ടിയുടെ പിന്തുണ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പാർട്ടി നല്ല പിന്തുണ തന്നെയാണ്. പക്ഷെ ആ വ്യക്തിയുടെ എന്താ പറയാ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അത് ഇൻഫ്ലുവൻസ് ഉണ്ട് മാത്രമല്ല, ആദ്യത്തെ തവണ 90% പുള്ളിക്കാരൻ്റെ. അത് മാത്രമല്ല, അൻവർ ഒരു MLA എന്നതിലുപരി നിലമ്പൂർ മണ്ഡലത്തിന് അപ്പുറത്ത് ഒരു പൊളിറ്റിക്കൽ ലീഡർ ആയിട്ട് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ വടകരയിലും അതുപോലെ മറ്റെല്ലാ സ്ഥലങ്ങളിൽ പോയി പ്രസംഗിക്കാനും രാഷ്ട്രീയം പറയാനും പറ്റുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡറായിട്ട് CPM യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് അൻവർ മാറിയിട്ടുണ്ട്.
അത് അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ 400K ഫോളോവേഴ്സ്. മാത്രമല്ല പുള്ളിക്കാരന്റെ സംസാരം എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ മറ്റു പാർട്ടിക്കാർ പറയുന്ന പോലെ ഇങ്ങനെ പ്രസംഗത്തിന്റെ സ്റ്റൈലിൽ കടന്നിട്ട് അങ്ങനെയല്ല. വളരെ പുള്ളിക്കാരന്റെ അതേ രീതിയിൽ വളരെ തന്മയത്തോടു കൂടി ആ ഒരു സ്ലാങ്ങും ആ രീതിയൊക്കെ ഉപയോഗിച്ചിട്ട് വളരെ സ്ട്രൈറ്റ് ആയിട്ട് കാര്യം പറയാണ്. നമുക്ക് ജെനുവിറ്റി ഫീൽ ചെയ്യും ഓരോ കാര്യം പറയുമ്പോൾ. ഇത് ഓക്കെ ആണെന്നുള്ള രീതിയിൽ പറയും. വെറുതെ ആൾക്കാരെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പറയില്ല, കറക്റ്റ് ആണ് തോന്നും. അപ്പോൾ അങ്ങനെ ഒരാളും കൂടിയാണ് ഇവിടെ നിന്ന് സംസാരിക്കണം. നമ്മൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. നമുക്കിപ്പോൾ പറയാനുള്ളത് ഇതൊക്കെ തന്നെയാണ്. ഇനി ഇതെങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക, എന്തൊക്കെയാണ് ഇതിൻ്റെ അപ്ഡേഷൻസ് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കി കണ്ടറിഞ്ഞ് മനസ്സിലാക്കാം എങ്ങനെയാണ് ഇത് വരിക എന്നുള്ളത്. അപ്പോൾ നമ്മളേതായാലും അൻവറിന് പൂർണ്ണ പിന്തുണ നൽകാനാണ് നമ്മൾ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുന്നത്. പൂർണ്ണ പിന്തുണ നൽകുന്നു പറഞ്ഞാൽ പുള്ളിക്കാരന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് നിയമപരമായിട്ടുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം പറയാം. അല്ല, അതെ, നമ്മൾ ഒരു വിശ്വാസം എന്ന രീതിയിൽ ഇപ്പം പറയാൻ പറ്റുള്ളൂ. ബാക്കി അതിൻ്റെ പ്രൂഫും കാര്യങ്ങളും അതിൻ്റെ കോടതിയിലുള്ള പ്രൊസീജിയറൊക്കെ വരുന്നതിനനുസരിച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതെ.